LDF-നും UDF-നും അല്ലെങ്കിൽ തിരിച്ചടിയാനല്ല അവർ ഇരിക്കണ കൊമ്പല്ല മുറിച്ചേക്കണത്. അതായത് ഭേദഗതിക്ക് അവര് എതിരെ നിന്ന് കഴിഞ്ഞപ്പോ അവരിയ്ക്കണ കൊമ്പാണ് മുറിച്ചേക്കണത്. ഇപ്പൊ അവര് നാറി നിൽക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ വായെന്ന് തന്നെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇത് ഞങ്ങൾക്ക് അനുകൂലമല്ല. മറ്റുള്ള രൂപത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി പിന്നെ മാറും. പാലക്കാട് എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? പാലക്കാട് പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ പാലക്കാട് BJP ജയിക്കാനേ സാധ്യതയുള്ളൂ. ഞങ്ങളുടെ അനുകൂലം കിട്ടുക തന്നെ വേണം. കാരണം ഇന്നലെ ഇപ്പൊ ഒരു ജനസഭ ഉണ്ടായിരുന്നു. ജനസഭയിലായിട്ടുണ്ടെങ്കിലും ആ മുസ്ലിമിന്റെ നേതാവ് വന്നിട്ട് പറഞ്ഞത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയേണ്ട ഒരു നിലപാടാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഞങ്ങൾ സമർത്ഥിക്കുന്നു, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഞങ്ങളുടെ ഭൂമി തന്നെയാണ്. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാൻ ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചോദിക്കണേണ് അദ്ദേഹത്തോട്, ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് നയമായിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് പരിപാവനമായ ഒരു നിയമമാണ് വഖഫ് എന്ന്. ആ പരിപാവനമായ നിയമത്തിന്റെ മുൻപിലായാലും പരമകാരുണികനായ അള്ളാഹുവിന്റെ മുൻപിൽ അദ്ദേഹം ഇത് വഖഫ് ഭൂമിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തിയ പോലെ ആയിക്കൊണ്ട് ആ വഖഫ് ഭൂമിക്ക് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥലം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കോ? ആയിരിക്കില്ല ഒരിക്കലും. ഓരോരുത്തർക്ക് വരുമ്പോഴേ അത് മനസ്സിലാകുള്ളൂ. മാക്സിമം മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു കാഴ്ചപ്പാടനുസരിച്ച്? മുഖ്യമന്ത്രി സ്നേഹത്തോടെ അനുനയിപ്പിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതിപ്പോ കൈയൊഴിയും. പീലാത്തോസ് കൈയൊഴിയില്ലേ? മറ്റേ യേശുര കുരിശുമ തറക്കാൻ പോയപ്പോ പീലാത്തോസ് കൈയൊഴിവില്ലേ? അതേപോലെ സംഭവിക്കാൻ പോകുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാവരും എപ്പോഴും പറ്റിച്ചോണ്ടിരിക്കല്ലേ, എപ്പോഴും നമ്മളെ വഞ്ചിച്ചോണ്ടിരിക്കണവര്. അവര് നുണ പറയാനും ഇതിനാണ് ആൾക്കാർ അവര് പഠിച്ചേക്കണത്. നമ്മ അത് പഠിച്ചിട്ടില്ല. നമ്മ സത്യസന്ധമായിട്ടാണ് നമ്മ ജീവിക്കാൻ പഠിച്ചേക്കണത്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നുണയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. ഇപ്പോ ഈ നമ്മുടെ വഖഫ് ബില്ല് രണ്ടാമത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാസ്സാക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ. അപ്പൊ അതിനെതിരെ കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന ബില്ലിനെതിരെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നിച്ചു നിന്നുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കിയിരുന്നു നിയമസഭയിൽ. അത് തിരുത്താൻ ഇവർ തയ്യാറാവും? അവര് തിരുത്താനായിട്ട് അവര് പറഞ്ഞ് ഇതിന് തിരുത്തണമെന്നല്ല ഇവര് പറയണത്. പക്ഷെ ഇത് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഇത് ഭേദഗതി വരുത്തുമെന്നാണ്. അതായത് സെക്ഷൻ 40, 83, 107, 108A ഇത് എടുത്ത് കാട്ടിക്കളയും. അത് കളഞ്ഞാൽ മാത്രമോ ഈ സ്ഥലത്തിന്, അതായത് ഈ സ്ഥലം തന്നെയല്ല, മോനമ്പം തന്നെയല്ല, ഇപ്പൊ തളിക്കുളത്തുണ്ട്, പിന്നെ ചാവക്കാടുണ്ട്, കൂളിമുട്ടത്തുണ്ട്, വയനാടുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ മുസ്ലിം ഇത് ചില ആൾക്കാർ ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട് ഇതൊരു ഈ വർഗീയത എന്ന് പറയാനായിട്ട് മുസ്ലിമിന്റെ സ്ഥലവും ആൾക്കാർ ഏറ്റെടുക്കില്ല. ഇപ്പൊ എത്ര മുസ്ലിങ്ങളുടെയാണ് ഇപ്പൊ നമ്മുടെ വയനാട് എടുത്തേക്കണത്? ഒരു മൊല്ലാക്കട സ്ഥലോട്ടിരുന്നാണ് കൈയേറിയേക്കണത്, ഈ ബഹബ് എന്ന് കൈയേറിയേക്കണത്. അതേപോലെ തന്നെ തളിക്കുളത്ത്, പിന്നെ ഈ കൂളിമുട്ടം എന്ന സ്ഥലത്ത് ഒരു മുസ്ലിമിന്റെ സ്ഥലമാണ്. ഇത് വർഗീയതയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? വർഗീയതയല്ലേ? ഞങ്ങൾ പള്ളി വിട്ട് തുടങ്ങിയേക്കണല്ലേ. പള്ളി വിട്ട് തുടങ്ങിയേക്കണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാവരും ഇപ്പൊ ഐക്യദാർഢ്യം ഇറക്കി വെച്ച് മനുഷ്യച്ചങ്ങളവരുണ്ടായിരുന്നില്ല ഇവിടെ. ഈ നമ്മുടെ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്, ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ വലിയ പിന്തുണ മുൻപത്തെ ജനങ്ങൾക്കുണ്ട്, ഒരു സംശയവുമില്ല കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ ഒരു LDF-നും UDF-നും ഒരു തിരിച്ചടിയാൻ സാധ്യതയുണ്ട് പാലക്കാട്? LDF-നും UDF-നും അല്ലെങ്കിൽ തിരിച്ചടിയാനല്ല അവർ ഇരിക്കണ കൊമ്പല്ല മുറിച്ചേക്കണത്. അതായത് ഭേദഗതിക്ക് എതിരെ നിന്ന് കഴിഞ്ഞപ്പോ അവരിയ്ക്കണ കൊമ്പാണ് മുറിച്ചേക്കണത്. ഇപ്പൊ അവര് നാറി നിൽക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ വായെന്ന് തന്നെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇത് ഞങ്ങൾക്ക് അനുകൂലമല്ല. മറ്റുള്ള രൂപത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി പിന്നെ മാറും. പാലക്കാട് എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? പാലക്കാട് പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ പാലക്കാട് BJP ജയിക്കാനേ സാധ്യതയുള്ളൂ. അതായത് ഈ സംഭവം കൊണ്ട്, അതായത് കേരളം ഇപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ എന്തോരം ഫ്ലെക്സ് ഇതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഇവിടെ കെട്ടാൻ സ്ഥലമില്ല. ഈ കാട് ഈ ഐക്യദാർഢ്യം വെക്കാവശ്യം വന്ന ആൾക്കാരത് കെട്ടാനായിട്ട് ഇതുണ്ട്. ചുറ്റിനും ഇത് ഒട്ടിച്ചേക്കണല്ലേ. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നത്. ഇത് പള്ളി നിറയെ തുടങ്ങിയേക്കണ. ഏത് സമരപ്പന്തലിലാണ് ഈ നിരാഹാര സമരപ്പന്തലിൽ ഇത്രയും ആൾക്കാർ വന്നേക്കണത്? എല്ലായിടത്തു നിന്ന് പറയാൻ പറ്റുമോ? ഫോറിനിൽ നിന്ന് ഒരാൾക്കാർ ഇവിടെ വന്നിരുന്നത്. ഒരു ദിവസം ഇവിടെ ഞാൻ കണ്ടതാണ് ഈ അവിടുന്ന് മാതാമാരും അവരൊക്കെ വന്നിരിക്കുന്നത്, സായിപ്പും മാതാമയൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ സമരപ്പന്തലിൽ ഐക്യദാർഢ്യം. ഇത് കേരളം, ഇത് ഇന്ത്യ മാത്രമല്ല പുറത്തുള്ള രാജ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞത് അവർക്ക് വരെ ഞങ്ങളോട് സഹതാപമാണ്. അതായത് ഞങ്ങൾക്ക് തീരാധാരം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇവിടെ ഒഴിപ്പിക്കാനായിട്ട് ഈ സാധനം ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്ന ഫാറൂഖ് കോളേജിനായിട്ട് കേസ് പറഞ്ഞ സമയത്തും ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇവിടെ ഒരു കടുത്തുവഞ്ചി പോലും ഇവിടെ കടുത്തുവഞ്ചി മാത്രം ഉണ്ടായുള്ളൂ, പാലങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പൊ ഇവര് പറയണത് ബാറിനെ മുൻനിർത്തിയാണ് ഇവര് ഞങ്ങൾ പറയണത്. ഇത്രയും മത്സ്യത്തൊഴിലാളി ഇവിടെ താമസിക്കുന്നത്. ബാർ എന്നാണ് വന്നത്?
ബാറ് വന്നിട്ട് എത്ര വർഷങ്ങളാണോ? ഞാൻ ഇപ്പൊ 62 വയസ്സ്, ഞാൻ 10 വയസ്സിലൂടെ വന്നാണ്. അന്നിരുന്ന് പാലങ്ങളൊന്നുമില്ല. അന്ന് ഭൂമി വാങ്ങിച്ചിരുന്ന ആളുകളാണോ? എന്തോ? അന്ന് ഭൂമി വാങ്ങിച്ചാണോ? പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ? പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഞങ്ങൾ കേസ് പറഞ്ഞിരുന്നു വെച്ചാണ് ഫാറൂഖ് കോളേജായിട്ട് കേസ് പറഞ്ഞിട്ട് 1975 ഈ ഇത് കോടതി വിധിച്ചാണത്. ഹൈക്കോടതി വിധിച്ചാണ് ഇത് ഫാറൂഖ് കോളനി എന്നും പറഞ്ഞ്. അല്ലാതെ ഇവര് അവിടേക്ക് നിന്നുകൊണ്ട് ഇവര് വട്ടം വളഞ്ഞിരുന്ന് മന്ത്രിമാരൊക്കെ കൂടി വട്ടം വളഞ്ഞിരുന്നുകൊണ്ട് എഴുതിയിട്ടെന്താ കാര്യം? വഖഫ് മന്ത്രി 3 പേര് അവർക്കല്ലേ? അവരുടെ മന്ത്രിമാര് 3 പേര്, വഖഫ് മന്ത്രി 3 പേരുണ്ട്. അവർക്ക് വട്ടം കൂടിയിരുന്ന് എവിടെ ഇരുന്നാണെങ്കിൽ ആലോചിച്ചെടുക്കാം. ഞങ്ങൾക്ക് അധികാരമില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരു ദിവസത്തെ അധികാരം മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് ഇവരെന്താണ് കേരളത്തിലുള്ള ജനങ്ങളോട് മൊത്തം ഇവര് ഇതെല്ലാം ചെയ്തേക്കണം. ഇനി ഇവര് ഇവിടെ എന്തെന്നും പറഞ്ഞിട്ടും ഭരിക്കൂര്. കേരളത്തിലുള്ള ജനങ്ങളുടെ ഈ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കല്ലാതെ നിങ്ങളെ കുടിയേർക്കാനായിട്ട് ഞങ്ങൾ കുടിയാന്മാരല്ലൂടാ. സന്തോഷായി. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി, ഇപ്പോ ഈ മുനമ്പം വിഷയം ഇന്നിപ്പോ ഒരു പരിഹാരത്തിനായിട്ടുള്ള യോഗം ചേരുകയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു പരിഹാരമൊന്നും കാണാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. കാരണം ഇത് പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നിയമം അവിടെ പാസ്സാക്കിയിരിക്കുന്നതാണ് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് 100% ഉറപ്പ് തന്നെയാണ്. കാരണം കർണാടകയിൽ ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണല്ലോ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഇത്രയും ദിവസം കാത്തിരുന്നെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് 100% ഉറപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വരുന്ന അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുന്ന രീതി കണ്ടിട്ട് വല്ല പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനുകൂല്യം കിട്ടുക തന്നെ വേണം. കാരണം ഇന്നലെ ഇപ്പൊ ഒരു ജനസഭ ഉണ്ടായിരുന്നു. ജനസഭയിലായിട്ടുണ്ടെങ്കിലും ആ മുസ്ലിമിന്റെ നേതാവ് വന്നിട്ട് പറഞ്ഞത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയേണ്ട ഒരു നിലപാടാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഞങ്ങൾ സമർത്ഥിക്കുന്നു ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഞങ്ങളുടെ ഭൂമി തന്നെയാണ്. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാൻ ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചോദിക്കണേണ് അദ്ദേഹത്തോട്, ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് നയമായിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് പരിപാവനമായ ഒരു നിയമമാണ് വഖഫ് എന്ന്. ആ പരിപാവനമായ നിയമത്തിന്റെ മുൻപിലായാലും പരമകാരുണികനായ അള്ളാഹുവിന്റെ മുൻപിൽ അദ്ദേഹം ഇത് വഖഫ് ഭൂമിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തിയ പോലെ ആയിക്കൊണ്ട് ആ വഖഫ് ഭൂമിക്ക് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥലം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കോ? ആയിരിക്കില്ല ഒരിക്കലും. ഓരോരുത്തർക്ക് വരുമ്പോഴേ അത് മനസ്സിലാകുള്ളൂ. സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്നത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ മാത്രം മനസ്സിലാകുള്ളൂ. വായ കൊണ്ട് നമുക്ക് എന്തും പറയാം. മുസ്ലിം ആയാലും ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് ഈ സമരം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. ഇനിയും ഞങ്ങളുടെ സമരം ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഞങ്ങൾ സമരം അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകും. അല്ല പ്രതികൂലമാണെന്ന് കിട്ടുന്നതെങ്കിൽ സമരത്തിന്റെ ഗതി തന്നെ ഞങ്ങൾ ഇന്ന് മാറ്റും. കുടിയിറക്കില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രമല്ലേ മുഖ്യമന്ത്രിക്ക് നൽകാൻ ഏറ്റവും പരമാവധി ചെയ്യാനായിട്ട് പറ്റുള്ളൂ? കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടിയെടുപ്പുകാരല്ല. ഞങ്ങളുടെ സ്വന്തം അവകാശ ഭൂമി തന്നെയാണിത്. അപ്പൊ കുടിയിറക്കൽ അതിൽ വരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റവന്യൂ അവകാശങ്ങളോട് കൂടി എല്ലാ നിയമ നടപടികളോട് കൂടിയ ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ ഇപ്പൊ എടുക്കാൻ തോന്നുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല. അത് നിലവിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് മാത്രമാണ് പ്രതീക്ഷ. അതെ, അത് ആ പാർലമെന്റിന് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിളിച്ച് ഇരുത്തിയിരിക്കുന്നത്? ഇവര് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയതല്ലേ അനുകൂലമായിട്ട്? വഖഫ് ബോർഡിന് അനുകൂലമായിട്ടൊരു പ്രമേയം പാസ്സാക്കിയിരുന്നു UDF LDF. അപ്പൊ അവരുടെ ആ ഒരു നിലപാട് തിരുത്താൻ അവർ തയ്യാറാവും? അവരുടെ ഇപ്പൊ ഞാൻ പറയുന്നത് സമരം കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ഊടാക്ക് വഴിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോ അവര് എന്തെങ്കിലും ഒരു നിലപാടെടുക്കും എന്നൊരു പ്രതീക്ഷ. അപ്പൊ ഇത് പ്രമേയം തിരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? നമുക്ക് നോക്കാം. ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് നോക്കാം. മുനമ്പത്തുള്ള ജനങ്ങളുടെ ഒരു വികാരം എങ്ങനെയാണ്? ആരെങ്കിലും ഇതിൽ നിന്ന് സമരത്തിൽ നിന്ന് പിന്മാറുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുകയാണോ? ഇപ്പൊ കൂടുതൽ ആളുകൾ ഒത്തുചേരാനാണ്. ഇന്നിപ്പോ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് സമരപന്തലിൽ ഒരു കിഡ്നിക്കും അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റ് ഒക്കെയാണ് ഇരിക്കണം. അദ്ദേഹം വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇന്ന് സമരത്തിന് ഇരിക്കണത്. അതുപോലെ തന്നെ ഇപ്പൊ വൈകുന്നേരമായപ്പോൾ എല്ലാ ദിവസത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ തന്നെയാണ് സമരപന്തലിലേക്ക് വന്നുകൊണ്ടിരിക്കണം. കാരണം അവരും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വരവ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ലോ. അവിടെയുള്ള ക്രൈസ്തവരുടെ അടുത്തെല്ലാം നിങ്ങളെ പറ്റി ചെന്ന് സംസാരിക്കുമ്പോൾ അവർ വലിയ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, ഇതിലൊരു വലിയ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ, ഇപ്പൊ ഒരു വലിയൊരു മാറ്റം പാലക്കാട് അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അല്ലാതെ തന്നെ ഇപ്പൊ എല്ലാവരും തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.
അത് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നല്ലോ. മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്.